ട്രാവൽ ചെയ്യാൻ ടിക്കറ്റ് ഇല്ല. ട്രെയിനിൽ കയറിയാൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല. എത്തുന്നതോ മണിക്കൂറുകൾ വൈകി. വൃത്തിയുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഭൂരിപക്ഷം ആളുകളും കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സിവിക് സെൻസ് ഉള്ള പാസഞ്ചേഴ്സ്. സദേൺ റെയിൽവേയുടെ ഏറ്റവും വരുമാനമുള്ള 25 സ്റ്റേഷൻസിൽ 11 കേരളത്തിലാണ്. എന്നിട്ടും കേരളത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല. എന്തിനേറെ, മലയാളികൾ കഴിക്കുന്ന ഭക്ഷണം പോലും റെയിൽവേയുടെ മെനുവിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഇത് ശരിക്കും ഒരു അവഗണനയല്ലേ? നമുക്ക് ബഡ്ജറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. 2024 റെയിൽവേക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ചെലവാക്കിയത് 2,62,200 കോടി രൂപയാണ്. ഇതിൽ നിന്ന് കേരളത്തിന് കിട്ടിയത് 3,011 കോടി, അതായത് അപ്രോക്സിമേറ്റ്ലി 1% മാത്രം. അതുകൊണ്ട് എന്തായി? കഴിഞ്ഞ 30 വർഷത്തിൻ്റെ ഇടയിൽ കേരളത്തിൽ ഒരു പുതിയ ലൈൻ പോലും കമ്മീഷൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 8 വർഷത്തിൽ ആന്ധ്രയിൽ 350, കർണാടകയിൽ 318, തമിഴ്നാട്ടിൽ 405 കിലോമീറ്ററാണ് പുതിയ റെയിൽവേ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്തത്. ഇന്ത്യയിൽ തന്നെ ഒരൊറ്റ കിലോമീറ്റർ പോലും പുതിയ റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാത്ത ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, കേരളം. ഇതിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് നമുക്ക് കേരളത്തിലെ റെയിൽ കണക്ടിവിറ്റിയിൽ കാണാം. കേരളത്തിലെ ഇടുക്കി, വയനാട് ജില്ലകളിലേക്ക് ട്രെയിനേ ഇല്ല. ടോപ്പോഗ്രഫിയുടെ പ്രശ്നം കൊണ്ടാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഓൾറെഡി റെയിൽ കണക്ടിവിറ്റി ഉള്ള ജില്ലകളിൽ പോലും കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ, മഞ്ചേരി, മലപ്പുറം പോലത്തെ പ്രധാന ടൗൺസിലേക്ക് ട്രെയിൻസ് ഇല്ല. ഇന്ത്യയിലെ തന്നെ മേജർ സ്റ്റേറ്റ്സ് എടുത്ത പോപ്പുലേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറച്ച് റെയിൽവേ ലൈൻസ് ഉള്ളതും കേരളത്തിലാണ്. ഇനി കേരളത്തിലെ എക്സിസ്റ്റിംഗ് ട്രാക്കുകളുടെ അവസ്ഥ നോക്കാം. ഇപ്പോഴുള്ള ട്രാക്കുകൾക്ക് താങ്ങാൻ കഴിയുന്നതിന് കൂടുതൽ സർവീസസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് പല ട്രെയിനുകളും പിടിച്ചിടേണ്ടി വരുന്നതും വേണാട്, ശബരി, പരശുരാം പോലത്തെ എക്സ്പ്രസ് ട്രെയിനുകൾ പലപ്പോഴും ലേറ്റ് ആവുന്നതും. ഈ കൺജഷൻ ഒഴിവാക്കാൻ 3ാമത്തെ റെയിൽ ലൈൻ ഡിമാൻഡ് ചെയ്യുന്ന ഈ സമയത്ത് പോലും കേരളത്തിൽ പലയിടത്തും ട്രാക്ക് ഡബിളിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പാസഞ്ചേഴ്സിന് മാത്രമല്ല, ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടിനെയും കൂടിയാണ്. ഈ കൺജഷനും കണക്ടിവിറ്റി ഇല്ലായ്മയും കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ട്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് കേരളത്തിൽ വളരെ കുറവാണ്. ഇത് ഇൻ എഫക്റ്റ് കേരളത്തിലെ റോഡിലെ ട്രാഫിക്കും ബുദ്ധിമുട്ടും കൂട്ടുകയാണ്. 4 കൊല്ലം മുമ്പ് സക്സസ്ഫുൾ ട്രയൽ റൺ നടത്തിയ റോറോ സർവീസ് പോലും ഇതുവരെ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോർട്ടായിട്ടുള്ള വിഴിഞ്ഞം വരുന്ന കേരളത്തിൽ ട്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈറ്റ് സർവീസ് കൂടിയില്ലെങ്കിൽ അത് 100% റോഡ് ട്രാൻസ്പോർട്ടിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരു ആവറേജ് യാത്രക്കാരൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ട്രെയിനിലെ തിരക്ക്. മുംബൈയിലോ ചെന്നൈയിലോ പോലെ ഒരു ലോക്കൽ ട്രെയിൻ നെറ്റ്വർക്ക് നമുക്കില്ല. കേരളത്തിൽ ലോക്കൽ ട്രെയിനായിട്ട് ആകെ ഉള്ളത് കുറച്ച് മെമു ട്രെയിൻസ് ആണ്. ഇതിൻ്റെ എണ്ണ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഇനി ഉള്ള മെമു ട്രെയിൻസിൽ നല്ലൊരു പങ്കും ഫുൾ കോച്ച് കപ്പാസിറ്റിയിലല്ല ഓടുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ പല എക്സ്പ്രസ് ട്രെയിൻസിനും. ഇതിൻ്റെ ഒരു പാർഷ്യൽ കാരണം നമ്മുടെ പഴയ റെയിൽവേ സ്റ്റേഷൻസ് ആണ്. ഒരു സാധാരണ ട്രെയിനിൻ്റെ മാക്സിമം കപ്പാസിറ്റി 24 ICF കോച്ചസ് ആണ്. ഈ നീളത്തിനനുസരിച്ചാണ് പല റെയിൽവേ സ്റ്റേഷൻസും പണിതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ LHB കോച്ചസിന് പഴയ കോച്ചസിനേക്കാളും നീളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ സ്റ്റേഷൻസിന് 22 LHB കോച്ചസേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ റെയിൽവേസ് വിചാരിച്ചാൽ പോലും പുതിയ LHB കോച്ചസ് ഉള്ള ട്രെയിൻസ് ഫുൾ കോച്ച് കപ്പാസിറ്റിയിൽ കേരളത്തിൽ ഓടിക്കാൻ പറ്റില്ല. റീസെൻ്റ്ലി അമർ ഭാരത് സ്കീം വഴി സെൻട്രൽ ഗവൺമെൻറ് ചില റെയിൽവേ സ്റ്റേഷൻസ് മോഡേൺ ആക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടയർ 2 സ്റ്റേഷൻസിൻ്റെ പ്ലാറ്റ്ഫോം ലെങ്ത് കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് ഫുൾ കോച്ച് കപ്പാസിറ്റി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പരശുരാം പോലെ പഴയ ICF കോച്ചസ് ഉപയോഗിക്കുന്ന ട്രെയിനുകൾ പോലും 24 കോച്ചസ് അഥവാ ഫുൾ കപ്പാസിറ്റിയിലല്ല ഓടുന്നത്. ഇതിനുവേണ്ടി പലതവണ കേരളം റിക്വസ്റ്റ് ചെയ്തെങ്കിലും റെയിൽവേയുടെ സൈഡിൽ നിന്ന് യാതൊരുവിധ പോസിറ്റീവ് റിപ്ലൈ ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ പ്രോഫിറ്റിന് വേണ്ടി AC കോച്ചുകളുടെ എണ്ണം കൂട്ടി സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറയ്ക്കുന്ന റെയിൽവേയുടെ പോളിസിയും ഒരു സാധാരണക്കാരൻ്റെ ട്രെയിൻ യാത്രയിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കേരളത്തിലെ ട്രെയിനുകളുടെ സ്പീഡ് നോക്കിയാൽ അതും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കാതെ വന്ദേ ഭാരത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കേരളത്തിലെ ട്രാക്സിലെ ചെറിയ വളവുകൾ നിവർത്താത്തതുകൊണ്ട് 160 km/h സ്പീഡ് പൊട്ടൻഷ്യലുള്ള വന്ദേ ഭാരത് ആവറേജ് 80 km/h സ്പീഡിലാണ് കേരളത്തിൽ ഓടുന്നത്. ഇത് കൂടാതെ വന്ദേ ഭാരത് കടന്നു പോകാൻ വേണ്ടി മറ്റ് ട്രെയിനുകളെ പിടിച്ചിടുന്നതും ഓൾറെഡി ലേറ്റ് ആയിട്ട് ഓടുന്ന ട്രെയിനുകളെ കൂടുതൽ ഡിലേ ആക്കുന്നുണ്ട്. ഒരു ശരാശരി യാത്രക്കാരൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓണത്തിന് നാട്ടിലേക്ക് വരാൻ പോലും ഒരു സ്പെഷ്യൽ ട്രെയിനിന് വേണ്ടി സെൻറ്ററിനോട് കെഞ്ചേണ്ട അവസ്ഥയാണ് ഇപ്പം മലയാളിക്ക്. കോൾഡ് പ്ലേയുടെ കൺസേർട്ടിന് വേണ്ടി ഗുജറാത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ റൺ ചെയ്തവർക്കാണോ കേരളത്തിൽ ഒരു ട്രെയിൻ അലോട്ട് ചെയ്യാൻ പാട്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഈ പ്രശ്നത്തിൽ ഒരു പരിധിവരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉത്തരവാദിത്തമുണ്ട്. ഇതിലെ പല പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് തന്നെ ലാൻഡ് അക്വിസിഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വരുത്തുന്ന കാലതാമസമാണ്. അതുപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റ്സും ആക്റ്റീവായിട്ട് പുതിയ റെയിൽ പ്രോജക്ട്സിന് വേണ്ടി പുഷ് ചെയ്യുന്ന പോലത്തെ ഒരു എഫേർട്ട് കേരളത്തിലെ പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ കാണുന്നില്ല. നോൺ BJP സ്റ്റേറ്റ്സ് ആയിട്ട് കൂടി വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ജാർഖണ്ഡ് പോലത്തെ സ്റ്റേറ്റ്സിന് കേരളത്തിനേക്കാൾ കൂടുതൽ ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ പല റെയിൽവേ പ്രോജക്ട്സിലും ആദ്യം കേരള ഗവൺമെൻറ് ഫണ്ട് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പിന്മാറിയിട്ടുണ്ട്. സ്റ്റേറ്റും സെൻട്രും അല്ലാതെ ഇതിൻ്റെ പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷൻസ് ആണുള്ളത്, ട്രിവാൻഡ്രവും പാലക്കാടും. പക്ഷേ ഈ 2 ഡിവിഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് മാത്രമേ ഉള്ളൂ, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ഇല്ല. ഈ 2 ഡിവിഷൻസിൻ്റെയും സ്റ്റാഫിങ്ങും കോച്ചിങ്ങും ഫണ്ട് അലോക്കേഷനും പ്രോജക്ട്സും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ചെന്നൈയിലെ ഹെഡ് ക്വാർട്ടേഴ്സുള്ള സദേൺ റെയിൽവേ ആണ്.
സൗത്ത് ഇന്ത്യയിൽ തന്നെ റെയിൽവേ സോൺ ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എത്ര ട്രെയിൻ വേണമെന്നും എത്ര കോച്ച് വേണമെന്നും പുതിയ റെയിൽവേ ലൈൻസ് പണിയണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ചെന്നൈയിലിരിക്കുന്ന ഓഫീസേഴ്സാണ്. കേരളത്തിന് സ്വന്തമായിട്ടൊരു റെയിൽവേ സോണിന് വേണ്ടി പലവട്ടം ഡിമാൻഡ് ചെയ്തെങ്കിലും അതൊന്നും ഫീസിബിൾ അല്ല എന്നാണ് സെൻറ്ററിൻ്റെ മറുപടി. നമ്മൾ നേരത്തെ 2024 റെയിൽവേ ബഡ്ജറ്റിൽ കേരളത്തിന് കിട്ടിയ പങ്ക് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഇത് BJP ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള അവഗണനയല്ല. സെക്കൻഡ് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആനുവലി റെയിൽവേ ബഡ്ജറ്റിൽ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ആവറേജ് 372 കോടി രൂപയായിരുന്നു. കേരളത്തിന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ 8 സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഉള്ള കാലത്ത് പോലും റെയിൽവേയുടെ അവഗണനയായിരുന്നു. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി കേരളത്തിനെ റെയിൽവേസ് അവഗണിക്കുന്നു എന്ന റെസൊല്യൂഷൻ കേരള അസംബ്ലിയിൽ പാസ്സാക്കിയിട്ട് പോലും കേരളത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. 2024 മാത്രം NDA ഗവൺമെൻറ് കേരളത്തിന് അലോക്കേറ്റ് ചെയ്തത് UPA ഗവൺമെൻറ്റിനേക്കാളും 8 ഇരട്ടി ഫണ്ടാണ്. ഇത് കേരളത്തിനുള്ള സ്പെഷ്യൽ ആനുകൂല്യമൊന്നും ആയിരുന്നില്ല. ഇന്ത്യയുടെ മൊത്തം റെയിൽ ബഡ്ജറ്റ് കൂടിയപ്പോൾ കേരളത്തിനുള്ള അലോക്കേഷനും കൂടി. ഇനി സോൾവ് ചെയ്യപ്പെടേണ്ട മറ്റൊരു പ്രശ്നമാണ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലുള്ള കോപ്പറേഷൻ ഇല്ലായ്മ. കേരളത്തിൽ പല പ്രോജക്ട്സും വൈകാനുള്ള ഒരു കാരണം ഇതാണ്. കേരളത്തിലെ ലാൻഡ് അക്വസിഷനിൽ വരുന്ന കാലതാമസവും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലുള്ള ഫ്രിക്ഷനൊക്കെ കൊണ്ടാണ് 1997 സാങ്ഷൻ ആയിട്ടുള്ള ശബരി റെയിൽ ഇതുവരെ നടപ്പാവാത്തതും ബ്രിട്ടീഷ് കാലം തൊട്ട് പ്ലാൻ ചെയ്യുന്ന വയനാട് വഴിയുള്ള നിലമ്പൂർ നഞ്ചങ്കോട് പാത വരാത്തതും പാലക്കാട് കോച്ച് ഫാക്ടറി നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ. നാഷണൽ ഹൈവേസിൻ്റെ കേസിലും സെയിം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് അപ്രോച്ച് കാരണം കേരളത്തിലെ NHൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മുടെ റെയിൽ റിലേറ്റഡ് ഇഷ്യൂസിന് ഒരു പരിഹാരം ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം റെയിൽവേസ് ഒരിക്കലും കേരളത്തിലെ ഒരു ഇലക്ഷൻ ഇഷ്യൂയോ അല്ലെങ്കിൽ ഒരു ബേണിംഗ് പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലാത്തതുകൊണ്ടാണ്. അവിടെ ഇവിടെ ഇടയ്ക്ക് ചില ചർച്ചകളും പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കെങ്കിലും ഇതിനൊന്നും കേരളത്തിലൊരു മൊമെൻറ്റം കിട്ടാറില്ല. പ്രശ്നം വഷളാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്നതാണ് ഇപ്പോഴത്തെ റെയിൽവേസിൻ്റെ രീതി. പരശുരാം എക്സ്പ്രസ്സിലെ 2 സ്ത്രീകൾ കുഴഞ്ഞു വീഴേണ്ടി വന്നു പുതിയ മെമു ട്രെയിൻസ് അലോക്കേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ബാക്ക്ലാഷ് ഫേസ് ചെയ്തപ്പോഴാണ് കേരള ഫുഡ്സ് മെനുവിലേക്ക് തിരിച്ചു വന്നതും. ഈ വീഡിയോ നമ്മൾ തുടങ്ങിയത് റെയിൽവേ കേരളത്തിനെ അവഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇത് കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?